ഡിസംബർ മാസമൊക്കെ ആയി. അപ്പം പലരും എന്നോട് ചോദിച്ചു കുറച്ച് നാളായല്ലോ പോസ്റ്റൊക്കെ ചെയ്തിട്ടാണ്. അത് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഇവിടെ. ഒരു മാസമായിട്ട് അവരുണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെ ആയിരുന്നു ഇപ്പോൾ ഒരു മാസം. അതുകൊണ്ട് ഈ കറി ആൻഡ് സ്പൈസസ് ഞാനൊന്ന് പോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇനിയിപ്പം ക്രിസ്മസ് ഒക്കെ അടുക്കുകയാണ്. നമുക്കൊരു ക്രിസ്മസ് സ്പെഷ്യലോട് കൂടെ നമ്മളുടെ എപ്പിസോഡ് തുടങ്ങാം. ഇന്നത്തെ ഡിഷാണെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പം ഇനിയിപ്പം പിള്ളേർക്ക് ഇപ്പം വിൻ്റർ വെക്കേഷൻ തുടങ്ങുകയല്ലേ. അപ്പം അവർ വീട്ടിലുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറി മാറി ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പം അതിന് പറ്റിയൊരു ഡിഷാണ് ഇന്ന് കാണിക്കാൻ പോണേ. നമ്മളുടെ KFC SFC ഒക്കെ ഇല്ലേ, ആ ഒരു മോഡലിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ ഈ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയെന്ന്. ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബിരിയാണി പീസായിട്ട് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ വെള്ളം എല്ലാം ഒന്ന് തുടച്ച് മാറ്റി, അതായത് ഒരു ടിഷ്യൂ വെച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു തുണി വെച്ചിട്ടാണെങ്കിലും ആ വെള്ളം എല്ലാം ഒന്ന് തുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വലിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്യണം, കാരണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് ചെറിയ പീസാണെങ്കിൽ ചിലപ്പം മാംസം ഒന്നും കിട്ടില്ല ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക്. ഫസ്റ്റ് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പം അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ ആവശ്യത്തിന് വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മളൊരു പേസ്റ്റ് പോലെ ആക്കുക. മീൻ വറക്കുമ്പോഴൊക്കെ ഉള്ള ഒരു ബാറ്റർ ഇല്ലേ, അപ്പം അതേപോലെ ഒരു സ്മൂത്ത് ബാറ്റർ ആക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിനൊന്ന് തേച്ച് കൊടുക്കാം. ഒരു മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഈ മാരിനേഷനൊന്ന് പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഇതേപോലെ ഇപ്പം 1 മണിക്കൂറോ 2 മണിക്കൂറോ അങ്ങനെ മാക്സിമം ഓവർനൈറ്റ് വരെ നമുക്കത് മാരിനേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ആ 8 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പം നമ്മൾ ബാക്കി പ്രൊസീജിയർ ചെയ്യണം. അപ്പം അതല്ല നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ വേണം, സമയമില്ല, 1 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെന്തെന്ന് വെച്ചാൽ മസാലയൊക്കെ പുരട്ടി ചിക്കൻ പീസ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. നമ്മുടെ ഇഡ്ഡലി തട്ടിലോ അങ്ങനെ ഏതെങ്കിലും നമ്മൾ സ്റ്റീം ചെയ്യണം പാത്രം എടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്യുക. എന്നിട്ട് ബാക്കി കോട്ടിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിതിപ്പം ഒരു 1 അവർ വെക്കാൻ പോവാണ്. വെച്ചിട്ട് നമുക്ക് പിന്നെ കോട്ടിംഗ് ഒക്കെ ചെയ്തെടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാനൊരു 2 മണിക്കൂറായിട്ട് മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയും നമുക്ക് അതൊക്കെ കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 1 മുട്ട, അതിൻ്റെ കൂടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം വെള്ളം മുട്ടയിൽ ചേർക്കുന്നത് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കിട്ടാനായിട്ടാണ്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇനിയും അരിപ്പൊടി 1 കപ്പ്. നമ്മളുടെ ഈ ചിക്കൻ ആദ്യം ഒന്ന് മുട്ടയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട്, ഒരു കട്ട്ലറ്റിനൊക്കെ കോട്ട് ചെയ്യില്ല അതേപോലെ ബ്രെഡ് ക്രംസിന് പകരം നമ്മൾ അരിപ്പൊടി എടുക്കണം. അരിപ്പൊടി ഒരു ക്രിസ്പ്നെസ് കിട്ടാനായിട്ടാണ് നമ്മൾ അരിപ്പൊടി തന്നെ ചെയ്യണേ. അപ്പം നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ ഞാനിപ്പോൾ എല്ലാം കോട്ട് ചെയ്ത് വെച്ചു. ഇനി ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. എണ്ണ ഭയങ്കരമായിട്ട് ചൂടാവരുത്, അത് നമ്മൾ നോക്കിയിട്ട് വേണം, കാരണം എല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു മോഡറേറ്റ് ഹീറ്റേ ആകാവുള്ളൂ. ഇതിനും നമ്മൾ വേവിച്ചിട്ടില്ല, അപ്പം ഇതിനകത്ത് കിടന്ന് തന്നെയാണ് അകമൊക്കെ വേവേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ പറഞ്ഞ പോലെ മറ്റേ KFCയുടെയും സദേൺ ഫ്രൈഡ് ചിക്കനൊക്കെ ഇല്ലേ, അതിൻ്റെ എല്ലാം ഒരു മോഡലാണ്.
രണ്ട് സൈഡും നന്നായിട്ട് നമുക്ക് മുരിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ സൈഡിലൊരു 5 മിനിറ്റോളം ഞാൻ ഫ്രൈ ചെയ്തു, എന്നിട്ടാണ് മറിച്ചിട്ടത്. അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേവാൻ ബുദ്ധിമുട്ടാവും, അകം വേവില്ല, അതുകൊണ്ടാണ് അടച്ചു വെക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ ഒരു 10 മിനിറ്റായിട്ട് ഞാൻ 2 സൈഡും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് ചിക്കൻ മാറിനേറ്റ് ചെയ്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയായിരുന്നെങ്കിൽ ഇത്രയും നേരം വേണ്ട. സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചിക്കൻ അങ്ങോട്ട് വേവുമല്ലോ, പിന്നെ നമുക്കത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിതിപ്പം സ്റ്റീം ചെയ്യാത്തത് കൊണ്ടാണ് ഒരു 10-15 മിനിറ്റോളം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് മറിച്ചിടാം. അപ്പോൾ ചിക്കൻ്റെ അകമൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ കോട്ടിംഗ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പ് ആവാനായിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട്, ഇനി അടയ്ക്കണ്ട, തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 മിനിറ്റായിട്ട് ഞാനത് ഫ്രൈ ചെയ്യായിരുന്നു. ഇനി നമുക്കിതങ്ങോട്ട് എടുക്കാം. അങ്ങനെ നമ്മളുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡിയായി. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കാരണം പിള്ളേർക്ക് നമ്മൾ ഈ KFC SFC ഒക്കെ മേടിച്ചു കൊടുക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ കമൻസ് ഇടുക. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.